അതിപ്പോ നിങ്ങൾ വേലക്കാരെല്ലാം കൂടെ ഓടിയെടുക്കാനാണ്. സാറേ കടുക്കത്തമ്മ വലിയ എഴുന്നേറ്റ് വന്നു. നെറ്റിക്കൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു. കിടക്കമുറി കയറി കഥ ഇന്ന് 3 ദിവസമായി. ഭർത്താവ് വിളിച്ചില്ലടാ. ഭർത്താവ് അങ്ങനെ തിരുവനന്തപുരത്തെ മുട്ടയിടുന്നു നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ 2ാമത് ദിവസം സന്ധ്യ ആയപ്പോ പതുക്കച്ചെന്ന് വിളിക്കുന്നു. അത് അനാഥനാ, നീ ഇന്ന് ഭക്ഷണന്റെ മുറിയിൽ ഇറങ്ങണ്ട, നീ എന്റെ മുറി കൊണ്ടുപോകും. പുള്ളിക്കാരൻ അപ്പോഴേ അള പറഞ്ഞോളെ വേറെ ഉറക്കുപോയി. അത്താഴ സമയത്ത് ഞാൻ ചോദിച്ചു, കടുക്കൊച്ചനെ വിളിക്കണ്ടായി. വേണ്ട, വിശപ്പത് ഒരു അനിയാന്ന് പറഞ്ഞ് കഴിച്ചോളൂ, നീ എന്നെ പാട് നോക്കും. സാറങ്ങോട്ട് വരണം. ഞാൻ വന്നാൽ സാറ് വിളിച്ചാൽ കഥ ഉറക്കും. ഞാൻ വരില്ല, എനിക്ക് വരാൻ നിർത്തിയില്ല. ബർമയിലേക്ക് ഞാൻ കിളക്കാൻ ചെയ്യാം, അവിടെ അച്ഛൻ വരട്ടെ, ഇഷ്ടം വരയ്ക്കുക. സാറെങ്ങനെ പറയുന്നത് കടുക്കച്ചൻ വിടുമല്ല, നല്ല പരിഭവം വെച്ചാണെങ്കിൽ കടുക്കച്ചന്മാർ ഏജാതെല്ലാം കാണണമെന്ന് ഞാൻ കാര്യം ഉണ്ടാക്കിയത്. എനിക്കതൊന്നും തരണ്ട, എനിക്കത് കാണുന്നൊരു സുഖമാണ്. ശബ്ദു അല്ല, ഞാനിതിന് മുമ്പ് നിന്ന വീട്ടിലെ പെട്ടെന്ന് ഇതുപോലൊരു വരുത്തമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ മതിലിന്റെ മുകളിൽ കൂടായിരുന്നു. എന്റെ കാലം 70 രാത്രി ഒരു 12 മണിയായപ്പോൾ പൊത്തോന്നൊരു ശബ്ദം. ഞാൻ വിചാരിച്ച് പഴുത്തു അച്ഛൻ ഓരോ തുടുപ്പ് ഒരു വീണായിരുന്നു. ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ വരുത്തുമ്പോൾ എന്നിട്ടും തട്ടി കുറയാണ്. ഞാൻ ചോദിച്ചു, വല്ലയുടെ വരഞ്ഞു ആക്കാന്. എടാ ചമ്പു, നിങ്ങളുടെ ഈ കിറ്റിയില് ഈ കിറ്റിയുടെ മുകളിലൊക്കെ ഇപ്പൊ പായല. ഞാൻ ഇനി ഇതിലൂടെ വന്നാൽ എന്നും വീഴും. നിങ്ങളുടെ ഗേറ്റിനൊരു താക്കോൽ പണിഞ്ഞത്, കള്ളത്താക്കോൽ പണിഞ്ഞത്, എനിക്കതിന് കാശ് തരാം. ഞാൻ ഒരെണ്ണം ഒപ്പിക്കൊണ്ട് കൊടുത്തു. അങ്ങനെ എനിക്ക് 10 രൂപ കാശ് തന്നു. 10 രൂപ വന്നു താക്കോൽ, കള്ളത്താക്കോൽ പണിഞ്ഞു കൊടുത്തത്. അന്ന് ഒരു പുള്ളിക്കാരൻ പിന്നെ വരും, കള്ളത്താക്കോൽ ഇടുമ്പോൾ എനിക്ക് 2 രൂപ കാശും തരും. സംഭവം ഞാൻ മരുന്ന് പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ദീപു നേരെ ലക്ഷ്മിക്കത്തെ വീട്ടിലേക്ക് നടന്നു. ആ ലെവൽ ക്രോസിന് അപ്പുറത്താണ് അവരുടെ വീട്. ലെവൽ ക്രോസിലേക്ക് ഇപ്പൊ പാട്ട് കേൾക്കുന്നു. ലക്ഷ്മിക്കത്തെ വീട്ടിൽ പാട്ട് കേൾക്കുന്നു, ബഹളവും അട്ടഹാസവും പൊട്ടിച്ചിരിയൊക്കെ കേൾക്കാം. സന്ധ്യാസമയം അവൻ ചെന്ന ഗേറ്റിൽ വീട്ടിൽ നോക്കിയപ്പോൾ ലക്ഷ്മിക്കത്തെ വീട്ടിലെ ഒരധികം ചെറുപ്പക്കാർ വട്ടവട്ടം വീട്ടിൽ വയ്ക്കുന്നു. എല്ലാവരും മുമ്പിൽ മദ്യം വെച്ചിരിക്കുന്നു. എല്ലാവരും ചിലത്ത് വഹിക്കുന്നു. ലക്ഷ്മിക്കത്തെ കയ്യിൽ മദ്യം, അവരും ചിലത്ത് വഹിക്കുന്നു. ഒരാളിന് ചുമലി കാര്യം നൽകിക്കുന്നു. കളികളിൽ എല്ലാവർക്കും ഒരാൾ ലക്ഷ്മിച്ചൊക്കെ കൈക്ക് പിടിച്ചുകൊണ്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. എല്ലാവരും കൂടെ പാട്ടും നൃത്തവും ബഹളവും. എല്ലാം നിശബ്ദമായി. ലക്ഷ്മി ഇറങ്ങി വന്നു. ഇതാര്? ദീപു. ക്ഷണിച്ചോളൂ.
നാണമില്ല വീട്ടിൽ നിന്ന് ഒളിഞ്ഞു നോക്കാൻ. നാണമില്ലായ്മ നിങ്ങൾക്കല്ലേ, ഞാനെല്ലാം കണ്ടു വെക്കാറ്. അനിയാ നീ ഒന്നും കണ്ടില്ല, കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അകത്തൊന്ന് കുറെ പേര് എല്ലാം കോട്ടും പാന്റും ടൈയൊക്കെ ധരിച്ച മാന്യന്മാർ. ജെന്റിൽമാൻ അവർ ഇംഗ്ലീഷേ പറയൂ. എവൻ ഏതാണെന്ന് ആ ചോദ്യം. ഞാനെന്റെ സഹോദരനാണ്. ഇന്നിവിടെ പാട്ടും കളിയൊന്നും വേണ്ടല്ലേ പോയി. ലക്ഷ്മി പറഞ്ഞപ്പോൾ എല്ലാവരും അനുസരിച്ച് പോയി. എന്റെ ലക്ഷ്മിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ എന്തൊക്കെ കണ്ടത്? പിന്നെ വിഭു, നീ എന്നെ കുറ്റം പറയരുത്. എനിക്ക് ജീവിക്കണ്ടേ? എന്റെ മകൻ മാനസൻ പഠിക്കുന്നു, പണം അയച്ചു കൊടുക്കണ്ടേ? ഡാക്ടർ ബാബുവിന് സുഖമില്ല, ചോദിക്കണ്ടേ? എനിക്ക് ആഹാരമുണ്ട്, ഡ്രസ്സുണ്ട്. നിങ്ങൾ സംരക്ഷകരുടെ അനന്തം അവന് വേണ്ടി ഒരു തെറ്റി. ഭർത്താവിന് മകനെ വെച്ചില്ലെന്ന് അവന് നിർബന്ധം, അവന് കൊടുക്കണമെന്ന് ഞാൻ അവനെ ആക്കി പുറത്താക്കി. പിന്നെ 4 ദിവസത്തെ പട്ടിണിയാക്കി. അവസാനം ഒരു ബസ് തോന്നി. ഒരു ദിവസം വൈകുന്നേരത്തെ ഭംഗിയായിട്ട് ഡ്രസ് ചെയ്തു, നന്നായിട്ട് അണിഞ്ഞടിച്ചു. അക്കരുവിൽ പോയി. എന്താ സത്യം പറയാ, ആരോന്ന് ചെറിയപ്പോഴാണ് ഇവിടുത്തെ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ICS, വലിയ ശമ്പളക്കാരൻ. അവൻ വന്നു, അവൻ പിന്നെ പലരും കൊണ്ടുപോയി. അവന് നൃത്തം ചെയ്തില്ല. ദീപു, നീ ഒന്ന് കണ്ടത്, എനിക്കിപ്പോ നല്ല കോളേജ് പെട്ടി നിറച്ച് പണം, എനിക്ക് പണം വേണം, ഞാൻ പോണി വെച്ചു, എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അഡ്രസ് വേണം. എന്തിനാ ഇതൊക്കെ അച്ഛനെ അറിയിക്കാനാണ്? നിങ്ങളുടെ കാര്യമല്ല, അനുമതിയുടെ കാര്യം. അവൾക്കെന്താ അന്വേഷിക്കുന്നു? നരകത്തിലാണ് പറഞ്ഞു വിട്ടത്. കണ്ടാൽ സ്വർഗവും തോന്നും. അച്ഛൻ കൊടുക്കുമ്പോൾ ലക്ഷ്മി ചോദിച്ചു, എന്താ ദീപു, ഡാക്ടർ ബാബുവിനെ കാണണ്ടടാ, ഇത് വളരെ ആശ്വാസമുണ്ടാ, വളരെ ആശ്വാസമുണ്ട്, ഒരു വഴക്കുമില്ല, അലർച്ചയില്ല, ലഹളയില്ല, ഇവിടെ എന്ത് നടന്നാലും നോക്കി ചിരിച്ചോണ്ടങ്ങിരിക്കും. ഇന്ന് ഡാൻസ് നടക്കും. പുള്ളിക്കാരൻ പതുക്കെ ഇരുന്ന് താളം വിടും. അവളിങ്ങനെ വാതിൽ തുറന്നു കൊടുക്കും. ഇത് ഡാക്ടർ ബാബു തന്നെയാണോ? എനിക്കൊന്ന് മൂർത്ത് തീപ്പന്നിയെ പോലെ ഒരാള്. നിന്നെ അറിയാൻ നോക്കട്ടെ. നീ പറയല്ലേ ഡാക്ടർ ബാബു? എവനെ അറിയോ? ഡാക്ടർ ബാബു ഈ നിൽക്കുന്നതിനെ അറിയോ? ദീപു, അന്ന് എന്റെ കത്ത് കൊണ്ടുവന്ന ദീപു, ദീപു ദീപാങ്കരൻ, അവനെ അറിയോ? ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ എന്റെ എഴുത്ത് ദീപു. ഉറക്കം വരുന്നില്ല. എങ്ങനെ വരും? ജ്യേഷ്ഠ സഹോദരിക്ക് തുല്യായ ഒരു സ്ത്രീ ജീവിതപാതയിൽ ഒരു ചുവട് ബലച്ച് വെച്ചപ്പെട്ടെന്ന് വീണത് എവിടെയാ? പാതാളത്തിന്റെ പടുകുഴിയിൽ. ഇവരെങ്ങനെ കരകയറും? ഒരാൾക്ക് രക്ഷിക്കാനാവും? ഒരു സദാചാര പാലകരും സാധ്യമല്ല ഇവരെ സംസ്കരിക്കാൻ. അതോർത്ത് ദുഃഖിതനായി കിടക്കാണ് ദീപു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാണ്. രാത്രി 2ാം വ്യാമം കഴിഞ്ഞപ്പോ ആരോ അവന്റെ വീട്ടിൽ വന്നു വിളിക്കുന്നു. ദീപു, ദീപു. അവൻ തന്നെ വാദം തുറന്നപ്പോൾ സതി എവിടെ വരുന്നു? ആ സമയത്ത് അതി എവിടെ വരുന്നു? ശശിരാലയം വിട്ടു നിശയിൽ പരിചരം ബോധമറ്റുറങ്ങുമ്പോൾ
എന്ത് തെറ്റാണ് നീ കാണിച്ചത്? ഭർത്താവിന്റെ വീട്ടിൽ ഇറങ്ങി പോകുന്നു. എന്തിനു പോകുന്നു? മേലവിടെ പോയിട്ട് നീ എവിടെ കഴിയും? ഇവിടെ ഇവിടെ കഴിയും. ഇവിടെ എന്റെ അമ്മയില്ല. അമ്മയില്ലേ? കൂടുതൽ സൗകര്യമായി കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കുന്നു. നീ ഒരു കുലവത്വമാണ്, അന്തസ്സുള്ള മനുഷ്യന്റെ ഭാര്യയാണ്. ഞാൻ അഭിഭാഷകനായ ഒരു ചെറുപ്പക്കാരൻ. എന്റെ അമ്മ വിടില്ല, സാധ്യമല്ല. നിനക്കൂടെ ഓർക്കാൻ സാധ്യമല്ല. ഇത് കേൾക്കുമ്പോ പല ചെറുപ്പക്കാരും ആലോചിക്കുക, അവനാണ് കിഴവനാണ്, അവൻ അത്ര വലിയവനാണ്, അവന്റെ സംസ്കാരം അത്ര സമുന്നതമാണ്. നിനക്കിവിടെ പറഞ്ഞാൽ സത്യം. ഉപദേശത്തിന് നന്ദി. കടത്തന്നെ കിടന്നാണെങ്കിൽ അത് ഉപദേശം വേണ്ടല്ലോ. അതിയൊന്നും കേട്ടു തുറക്കുന്നു. പോകാൻ പറഞ്ഞില്ലല്ലോ. അവൾ കയറി വന്നു. എടാ പോകാൻ സമ്മതിക്കില്ല, നിൽക്കാൻ സമ്മതിക്കില്ല. ദീപു എനിക്ക് വിശക്കുന്നു. അവൻ ഓടി അടുക്കളയിൽ ചെന്നു. വേലക്കാരൻ ഗാച്ചി അവനും കൂടെ ചാപ്പാട് എടുക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ കവി അവന്റെ കട്ടിൽ കിടന്ന് തുടങ്ങുന്നു. അവന്റെ മെത്തയിൽ ചുക്ക തുടങ്ങുന്നു. അവിടെ ചുരുണ്ട മുടി തലയണയിൽ ചെതറിക്കിടക്കുന്നു. നെറ്റിയിലും സീമന്തരേഖയിലും സിന്ദൂരം. ബംഗാൾ ഒരു ചിഹ്നമാണ്, ഭക്തിമതിയായ ചിലരുടെ ലക്ഷണമാണ്. നെറ്റിയിലും സീമന്തരേഖയിലും സിന്ദൂരം. മിഴിപുറ്റി ഉറങ്ങുന്ന അവരുടെ അക്കരങ്ങൾ തൊടുത്തിരിക്കുന്നു. അവരുടെ മാറുടെ ഉയർന്നു താഴ്ന്നു. അവനെ മുറിവിട്ട് വെക്കണം. ഇന്ന് ലക്ഷ്മിച്ചു കൊണ്ടുവന്നു. കവി ആ തേച്ചു വന്നോ? തേച്ചു വന്നു. ഒരടിയാൻ വെച്ചേരും അഹങ്കാരി. അന്തസ്സുള്ള വീട്ടിൽ അച്ഛൻ തന്നെ അയച്ചു. തറഞ്ഞു പോന്നിരിക്കുന്നു. ഭർത്താവിന് ആരും അറിയാവുന്നു. അർദ്ധരാത്രിക്ക് ധരിച്ചു എന്ന് ഭർത്താവിന് ക്ഷമ ചോദിച്ചു. നിന്റെ സ്വച്ഛത നിന്നോട് കുറെ ധിക്കാരമായി പെരുമാറി കാണും. എല്ലാ സ്വച്ഛന്മാരും അങ്ങനെയാണ്. നീ സ്വച്ഛതയാകുമ്പോൾ നീയും നിന്റെ വധുവിനോടിങ്ങനെ പെരുമാറും. തിരിച്ചു പോകും അല്ലേ? വന്നിരിക്കുന്ന വലിയ ഉപദേശം കൊണ്ട് എനിക്കറിയാൻ ചേച്ചിയെ ദേശീയ സാമ്രാജ്യത്തിലെ മഹാറാണ് അവർ തന്നു. അപ്പൊ ദൈവം റോഡിലാവും. ലക്ഷ്മണൻ ഞാൻ ആദ്യത്തിൽ പോകട്ടോ, കവി അങ്ങ് വീട്ടിലെത്തിച്ചേക്കണേ. വൈകിട്ട് അവൻ തിരിച്ചു വന്ന് വേലക്കാരനോട് ചോദിച്ചടാ, പെണ്ണുങ്ങൾ രണ്ടും പോയടാ. രണ്ടാമത് വന്ന കൊച്ചമ്മ പോയി. ആദ്യം വന്ന കൊച്ചമ്മ സാറിന്റെ കട്ടിലെ കിടന്ന് തുടങ്ങുന്നു. വലിയ ശല്യമായല്ലോടാ. ക്ഷമിക്കണം ദീപു, വീടും കൂടുതലാത്തൊരു പട്ടിയാണ് ഞാനിപ്പോൾ. കൽക്കത്ത നഗരത്തിൽ ബന്ധുക്കളുമില്ല, പരിചയക്കാരുമില്ല. എങ്ങോട്ട് പോകും ദീപു? ഇന്ന് മാത്രം ഞാൻ ഇവിടെ കഴിഞ്ഞോട്ട് ഇന്ന് മാത്രം അതിനെ ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം, എവിടെയെങ്കിലും പോയിക്കോളാം. അവരൊരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു. കാശി എന്താ അമ്മയുടെ മുറിക്കാത്ത നെത്തരിച്ചു. കാശി ഒന്ന് നെത്തരിക്കുന്ന സമയത്ത് സതി ഓടി വന്ന് ദീപുവിന്റെ കട്ടിലെന്ന്. അവളെ മുറിക്കാത്ത ഒരു വാതിൽ തുറക്കുന്ന വാതിൽ തള്ളി നോക്കി തുറന്നു കിടക്കുന്നു. സാക്ഷരൻ ശബ്ദം കേട്ടു. ലൈറ്റ് അണഞ്ഞു. എല്ലാവരും കിടന്നു. ആരോ കൂർക്കം വലിക്കുന്നു എന്ന് കിടന്ന ഉടനെ തുടങ്ങി കൂർക്കം വലി. കാശി അവനെങ്ങനെയാ ചാപ്പടിച്ചെന്ന് കിടന്ന ഉടനെ തുടങ്ങും. അടുത്തൊന്നും ആർക്കും കിടക്കാൻ പറ്റില്ല. അടുത്ത് കിടക്കുന്നവരൊക്കെ അവന്റെ മൂക്കിൽ കയറി പോകും. അത്ര വലിയ പരിപാടിയാണ് ഇത്. രണ്ടുപേർക്ക് കേൾക്കാം. കേൾക്കണമെങ്കിൽ ഉണർന്ന് കിടക്കണം. ഉറം കിടന്നാൽ കേൾക്കാനില്ല. അടുത്തൊരാൾ കൂർക്കം വലിക്കുന്നത്. രണ്ടുപേർ ഉണർന്ന് കിടക്കുന്നു. രണ്ട് മുറിക്കാത്ത രണ്ടുപേര് രണ്ട് മെത്തയിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും. രണ്ടുപേരും എഴുന്നേൽക്കുന്നു. മെല്ലെ എഴുന്നേൽക്കുന്നു. രണ്ടുപേരും കിടക്കുന്നു. എഴുന്നേൽക്കുന്നു കിടക്കുന്നു. എഴുന്നേൽക്കുന്നു കിടക്കുന്നു. എഴുന്നേൽക്കുന്നു കിടക്കുന്നു. വേണം വേണ്ട വേണം വേണ്ട. മനസാക്ഷി മനസ്സും തമ്മിലുള്ള മഹായുദ്ധം. മനസാക്ഷി എപ്പോഴും നല്ല കാര്യം പറഞ്ഞു തരും. അരുത് അരുത് ചെയ്യരുത്, തെറ്റ് തെറ്റ് തെറ്റ്. അപ്പൊ മനസ്സ് പറയും ശരി 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 ശരി. രാത്രി 2 മണിയായപ്പോ മനസ്സ് ജയിച്ചു. ദീപാങ്കരൻ ആ വാതിക്കലെത്തി. അവൻ ആ വാതിൽ എത്തത്തില്ല. അവന്റെ താല്പര്യമാറ്റം കേട്ടപ്പോ വാതിൽ തുറക്കപ്പെടുന്നു. അവൻ ഓടി ജീവൻ കൊണ്ടോടി അവന്റെ കിടക്കുന്നു. എന്നിട്ട് നെസ്സ സഹിതം ചേർന്നൊരു കിടക്ക. അല്പം കഴിഞ്ഞ് ആരവനെ കെട്ടിപ്പുണരുന്നു. അവനുമായ രൂപത്തെ കെട്ടിപ്പുണരുന്നു. അടുത്ത ദിവസം തീക്കൊള്ളി തൊട്ട പോലെ ലൈറ്റിട്ടു. മനസാക്ഷി ജയിച്ചു. മനസ്സ് തോറ്റു. നേരം വെളുത്തു. ലക്ഷ്മി ചേച്ചി വന്നു. ശംഭു വന്നു. അത് ചോദിച്ചു, ശംഭു എന്നെ തിരക്കുന്നതാ വീട്ടിലാരെങ്കിലും? ആരും തിരക്കി പോരുന്ന വലിയ മറ്റന്മാരുടെ കൽപ്പന. പിന്നെ ഒരു ആലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 3 ലക്ഷം കിട്ടുമെന്നോ
പൈങ്കിളിയെ പോലെ എനിക്കൊന്നത് വല്യമ്മ പറഞ്ഞു കൊടുക്കുന്നു. ആ പൈങ്കിളി അവിടെ വരുന്നതാ, ഞാൻ വരുന്നു. ആ ധിക്കാർ ഞാൻ എഴുതിച്ചു കൊടുക്കില്ല, ആ ശശിയുടെ ധിക്കാർ. കവി ഇറങ്ങിയപ്പോ ലക്ഷ്മിക്ക് ദീപനും തൃപ്തിയായാലും ഒരു കൂടെ ഇറങ്ങി ടാക്സി പിടിച്ച് മൂന്നുപേരുന്നാ പോയത്. ഭവനത്തിന്റെ മുറ്റത്ത് കാറിൽ ഇറങ്ങുമ്പോ അവിടുത്തെ ഒരു വേലക്കാരി പെണ്ണ് അകത്തേക്ക് ഒരു ഓട്ടം. എന്റെ വെച്ചപ്പോന്നേ 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 ഒരു പാച്ചില് പോയ വഴിക്കുള്ള ചട്ടിയും കലും എല്ലാം അടുത്തുടച്ചോണ്ടിരിക്കും. നയനാരഞ്ജിനി ദാസി ഇറങ്ങി വരുന്നു. ഭവനത്തിലെ നായിക. ശംഭോ മഹാദേവ ശംഭോ. നിങ്ങളൊക്കെ ഏതാ? വല്യമ്മയ്ക്ക് തീരെ പിടിയില്ലേ 3 പേര്. നിങ്ങളൊക്കെ ഏതാ? അമ്മേ ഞാൻ ദീപാന്തരൻ. അല്ലെങ്കിൽ പാദത്തിൽ തൊട്ട് നമസ്കരിക്കാൻ പറ്റും. അല്ല, എന്നെ തൊട്ട് അശുദ്ധമാക്കല്. ഞാൻ പൂജാമണിക്ക് വന്നേ ഉള്ളൂ. എവളേതാ? ഞാൻ ലക്ഷ്മി, കഥയുടെ ജക്ഷത്തിയാണ്. കേട്ടിട്ടുണ്ട്. എന്റെ സ്ഥാപനം നടത്തുന്നത്. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അമ്മയില്ല. അവിടുന്നാണ് നിങ്ങളുടെ മാതാവ്. അന്തസ്സുള്ള വീട്ടിൽ അച്ഛൻ എന്റെ അനുജത്തെ അയച്ചത്. സതി പാവമാണ്, ചെറുപ്പമല്ലേ, തെറ്റെന്തെങ്കിലും പറഞ്ഞു കാണും. ഇറങ്ങിപ്പോയതും ശരിയായില്ല. അമ്മ അവളെ തിരിച്ചെടുക്കണം, അവളോട് ക്ഷമിക്കണം. തെറ്റ് ചെയ്യുന്നതും തെറ്റ് പൊറുക്കുന്നതും മനുഷ്യരല്ലേ അമ്മേ. അറിവുള്ള അമ്മ, അവളോട് ക്ഷമിക്കണം, അവളെ തിരിച്ചെടുക്കണം. മധു ഇന്നലെ രാത്രി നിന്റെ സ്ഥാപനത്തിലായിരുന്നു ഉറക്കം. അപ്പൊ ദീപു പറഞ്ഞു, അല്ലല്ല എന്റെ വീട്ടിലായിരുന്നു. ആഹാ, ഇയാളുടെ കൂടെ ആയിരുന്നു. എന്തിനായിട്ട് എങ്ങോട്ട് എഴുന്നള്ളിച്ചു? ഒരു രാത്രി എന്നൊക്കെ മതിയായോ? മധു കുട്ടിയായോ? ആരും എന്തെങ്കിലും ഇത്തരം ചോദ്യമുണ്ടാകുന്നവരെ മുതിർച്ചാണ് കാവൽക്കാരനോടെ. എല്ലാവരും പിടിച്ച് പുറത്താക്കിയാൽ കിടക്കും. എല്ലാവരും പിടിച്ച് പുറത്താക്കിയാൽ കിടക്കും. ഞങ്ങളെ ശിക്ഷിക്കുന്ന, ഞങ്ങളെ രക്ഷിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന നായികയെ ക്ഷണിച്ചാലും പൊറുക്കളെ പതിതങ്ങൾ എന്ത് ശിക്ഷണമെങ്കിൽ കൊടുക്കണം. അവൾ അനുസരണ കഴിയും. അവളെ വരിയാക്കാര മക്കളും എന്റെ ഗതികേട് എന്റെ അനുജത്തിക്ക് ഉണ്ടാവരുതെന്ന് കരുതി ഞാൻ പറഞ്ഞു പോവുക. ആ പറഞ്ഞത് വല്യമ്മയുടെ മനസ്സിൽ തട്ടി. വേലക്കാരെല്ലാം വെറുതെ വേലക്കാരെല്ലാം വന്ന് നിരന്നു നിന്നു. വല്യമ്മ എണ്ണി നോക്കി 19. ഡ്രൈവർ എവിടെ? വല്യമ്മക്ക് ഡ്രൈവർ എന്ന് പറയാൻ അറിഞ്ഞൂടാ. ഡ്രൈവർ എവിടെ? അപ്പൊ ഡ്രൈവർ വന്നു. പനാപന പുള്ളിക്കാരൻ ദുരിതമത്സ്യം മുട്ടയെടുക്കാൻ രീതിയാണ്. തവ വിളിച്ച് ഓടി ഇറങ്ങുന്നു. ഭാര്യ കണ്ടപ്പോ സതീ നീ വന്നു. എന്തത്ഭുതം! പനാപന നിന്നെ വിളിച്ച് ഇറങ്ങിട്ട് പോയി നിൽക്കാനല്ലേ ഇവിടെ ഓടി വന്ന അമ്മ എടുക്കുന്നു. 10 ഇവിടെ വരൂ. പനാപന നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്ത പടയിൽ കൊടുക്ക്. ആ ചെരുപ്പ് വഴി തലവയ്ക്കും. എന്റെ കയ്യിൽ ചെരുപ്പ് വഴി തലവയ്ക്കാൻ അവൾ അങ്ങനെ പോയി. വേലക്കാരെല്ലാം പോകണം. ഇവരും പോയി. പനാപന ഒരു വായിക്കും. അയാൾ പോയി. അനങ്ങിപ്പോയി. ചലിച്ചു പോയി. ഞാൻ പറഞ്ഞ ചെറുപ്പം തന്നെ നിർത്തുപോയി. വയനാടില്ലാത്ത അമ്മത്തിലേക്ക് പോയി. പതിതൻ പാതുകങ്ങൾ ശിരസിലെത്തിക്കൊണ്ട് ഇത് കണ്ടുവെക്കാനിരിക്കുന്നില്ല. ദൈവം രക്ഷപ്പെടുത്തുന്നതിൽ ലക്ഷ്മി കാണിച്ചാണ്. കാരണം നീങ്ങുമ്പോൾ അവർ രണ്ടുപേരും കരയുന്നു. എരിവരിക്കൊണ്ടത് മേലെ തേജാഗിരിയെ എടുക്കുന്ന സതിക്ക് അവിടെ നിഴലിന് നീളം കുറയുന്നു. അവിടെ നിഴലിന് നീളം കൂടുന്നു. 3ാമത്തെ നിലയിൽ നോക്കി നിൽക്കുകയാണ് നയനാരഞ്ജിനി ദാസി. അമ്മേ അമ്മേ സതി എന്തിനിങ്ങനെ കേസട്ടിക്കുന്നു? സതി എന്തിനിങ്ങനെ കേസട്ടിക്കുന്നു? വായിക്ക്. പുള്ളിക്കാരൻ പിന്നെ വായന പറിച്ചിരുന്നു. അയാൾ ഞെട്ടിയെന്നിട്ട് പോയി താഴെ എന്തോ സത്യം കേട്ട് ഓടിച്ചു നോക്കുമ്പോൾ സതി വീട് വെച്ചാൽ ബോധമില്ല. അയാൾ വായിക്കൊണ്ട് കിടക്കാറിക്കുന്നു. പരിഹരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അവരുടെ മുഖത്ത് വെള്ളം പറയുന്നു. അവൾ കണ്ണു വെച്ച് വെച്ച് തുറക്കുന്നു. അമ്മയിട്ട് വിളിക്കണ്ട, വരാൻ സമയമില്ല. ഇപ്പൊ വിളിക്കണ്ട, വരാൻ സമയമില്ല. വിളിക്കണ പറഞ്ഞ വരാൻ സമയമില്ല. എന്റെ ചോരവാക്കി നിന്നെ ഇത്രയും വളർത്തി നിനക്ക് വിദ്യാഭ്യാസം തന്നു. നീ എന്നോട് ഇങ്ങനെ പറഞ്ഞോ?
ഇളവ് ഇടിയെന്ന് തുടങ്ങി നല്ല മൂത്തുള്ള ഇടി എല്ലാം തിന്നു കിടക്കുന്ന ഇളവല്ലേ. അമ്മേ അമ്മേ ഞങ്ങൾ ഉണ്ടാക്കരുത്, എന്റെ തനിക്ക് സുഖമില്ല. ചെല്ലടാ, നിന്നെ ഇവിടെ വല്ലതും വിളിച്ചോ? അവിടെ അടുത്തില്ലടാ, അവിടെ നോക്കിയാണെങ്കിൽ വില കൂടുതലല്ലയോ, അവിടെ നോക്കിയാണെങ്കിൽ വില കൂടുതലല്ലേ. ചെല്ലടാ, അവിടുത്തെ ശരി, എനിക്ക് ആരുമില്ലേ. ഇളവി പിന്നെ നല്ല കാശാണ്. നേരം വെളുത്ത് വന്നപ്പോൾ സനാതനം കെട്ടി ഒന്നും തൊട്ടടുത്ത് സഭയെ കണ്ടില്ല. അയാൾ അന്വേഷിച്ച് പുറപ്പെട്ടില്ല, പോലീസിൽ അറിയിച്ചില്ല, ഞങ്ങളെ ഉണ്ടാക്കില്ല. ഒറ്റക്കിടപ്പാണ്. അവൾ രക്ഷപ്പെട്ടെന്ന് മാത്രം പറഞ്ഞു. അവൾ രക്ഷപ്പെട്ടു. ഒറ്റക്കിടപ്പാണ്. വായനമറി പോയില്ല, അന്നത് പുറത്തെപ്പോഴും നോക്കിയില്ല, ആഹാരമേക്ക് പോയില്ല. ഒറ്റക്കിടപ്പാണ്. കള്ള കയറി ചെന്നു. സനാതന സനാതന എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ലോകത്ത് വേറെ പെൺപിള്ളേരെ കിട്ടത്തില്ലേ? സനാതന സനാതന അമ്മയെ മുറിക്കത്ത് വരില്ലേ? അമ്മയെ മുറിക്കത്ത് കയറാൻ പാടില്ല. ജീവിതത്തിൽ ആദ്യമായി സനാതനന്റെ പ്രതിഷ്ഠ ശബ്ദം വരുന്നു. രണ്ടാം ലോകമഹായുദ്ധം 1939 സെപ്റ്റംബർ 1 തീയതിയായിരുന്നു ഈ സംഭവം. അന്ന് രാവിലെ പത്രം നിൽക്കുന്ന പിള്ളേരാണ് വിളിച്ചു പാടിക്കൊണ്ടോടിയത്. രണ്ടാം ലോകമഹായുദ്ധം. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കൽക്കത്തയിലും യുദ്ധത്തിന്റെ ലക്ഷണം കണ്ടു. കാക്കിയോടിപ്പിൻ കുപ്പണികൾ രണ്ടാം ലോകമഹായുദ്ധം. ഇതിനിടയ്ക്ക് ദീപാങ്കന് പ്രൊമോഷൻ കിട്ടി, റെയിൽവേ ഓഫീസറായിട്ട്. ദീപാങ്കൻ സ്പീക്കിംഗ്. അതെ, ആര്? അമ്മാന്നോ? ആഹാ, സന്തോഷമാണ്. ശീലം കൂടെ വന്നോ? തിരിച്ചു പോയില്ല? ഓഹോ, എന്ത് സുഖമല്ലേ? അമ്മയ്ക്ക് സുഖമല്ലേ? കുളിയാണോ? ദീപാങ്കനും വീട്ടിൽ പാഞ്ഞെത്ത്. പക്ഷേ 5 മിനിറ്റ് മുമ്പ് അയാളുടെ അമ്മ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു. ദീപുവിനെ സമാശ്വസിപ്പിച്ചിട്ട് ഓരോരുത്തരായി കടന്നു വിട്ടുകൊണ്ടിരുന്നു. 4 ദിവസം കഴിഞ്ഞു. ഇതാ വരുന്ന ശംഭു, ഘോഷഭവനത്തിലെ പ്രത്യേകം. എന്താ സംഭവവിശേഷം? സതിക്കത്തമ്മ വീട് വിട്ട് പോയി കളഞ്ഞു സാർ. ഞാനതിന് സങ്കടപ്പെടുന്നതിൽ അവൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് സന്തോഷിക്കും. എന്നെ സാർ ഒരൽക്കം പറ്റി സാറിന് ഇതൊക്കെ ആഫീസ് വന്നു. സാർ അവിടെ ഇല്ലായിരുന്നു, സാർ ഇവിടെ ആയിരുന്നല്ലോ. സാറിന്റെ മേലധികാരി ചെന്ന് കണ്ടു കൊച്ചമ്മ, ഘോഷാൽ സാഹിബിനെ. അയാൾ ഉടനെ തന്നെ സതിക്കത്തമ്മയെ അയാളുടെ വലിയ കാറിനകത്ത് കെട്ടി അവിടെ കൊണ്ടുപോയി കളഞ്ഞു സാർ. ഘോഷാലും കാലേഘട്ടത്തിലെ വേഷത്തിരിക്കുന്ന പെൺപിള്ളേരെ കാറിൽ കെട്ടിക്കൊടുന്നത് ഈ ആഭാസന്റെ വീട്ടിൽ, ഘോഷാലിന്റെ വീട്ടിൽ കുലവത്തുവായ സതിക്കും താമസിക്കുന്നത് കേട്ടപ്പോൾ ദീപുവിന് തോന്നിയത് ഈ ആഭാസങ്ങളായി നമ്മൾ രക്ഷിച്ചു തീരും. ദീപു ഇറങ്ങിപ്പോയി. സതി, ദീപുവാണ്, ഇറങ്ങി വരും. ഘോഷാലിന്റെ വീട്ടിൽ ഇങ്ങനെ വിളിക്കുകയാണ്. അവൾ വാതിൽ തുറന്നു വന്നു. ആ ഇതാര്? ദീപാങ്കരൻ. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. നീ ആഭാസന്റെ വീട്ടിലാണല്ലോ അഭ്യം പ്രാപിച്ചു. ഇതിന്റെ ഭർത്താവ് തൽപ്പം പരിഭവത്തിലായിരിക്കാം. പക്ഷെ നീ ഇവിടെ താമസിക്കാൻ പാടില്ല. നിനക്ക് ഘോഷാലിനെ അറിയില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. നീ ഇറങ്ങി വരും. എനിക്ക് വേറെ വീട് വാടകയ്ക്ക് തരാം. വരും വരും. സരി, ക്ഷമിക്കണം. നീ തൽക്കാലം നിന്റെ ഉപദേശം കേൾക്കാൻ നിർത്തിയില്ല. നിന്റെ ഉപദേശം കേട്ട് ചെരുപ്പ് ചോക്കാൻ പോയതാണ് ഞാൻ. അന്ന് നീ എന്നെ രക്ഷിക്കാൻ മുമ്പോട്ട് വന്നില്ല. നീ നിന്റെ അഭിമാനം കൊണ്ട് ഓടി വിളിച്ചു എന്റെ ചേട്ടത്തിയുടെ കൂടെ. നീ വലിയവനാ. നിന്റെ വീട്ടിൽ പെണ്ണ് വന്ന് താമസിച്ചു പോയാലേ നിന്റെ ചാരിത്രം തകർന്നു പോകും. കേട്ടോ? ഓഫീസിലേക്ക് ഇവിടെ വരുന്ന കാര്യമില്ല. ഓഫീസുകാരുമല്ല, മനസ്സിലായി?
ഒരു പെണ്ണ് എന്നെ അഭയം പ്രാപിച്ചു. ഞാൻ ചെറിയ കെട്ടൊന്നുമല്ല. അവളൊന്ന് കാല് പിടിച്ചു. ഞാൻ അവൾക്ക് അഭയം നൽകി. നീ അവിടെ ആരായാലും ശരി ഇവിടെ വരാൻ പാടില്ല. പറഞ്ഞോ സത്യം പോവാം. പോയില്ല നീ എന്ത് മാറി ഇരുളിൽ തപ്പിത്തടഞ്ഞു പോകുന്നത് ഈ പാമ്പ്. യുദ്ധകാലത്ത് വലിയ വലിയ പട്ടണങ്ങളിൽ ഇരുമുടി കിടക്കും. കൽക്കത്തയിൽ നിന്ന് ബ്ലാക്കൗട്ട് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലെത്തി. ലക്ഷ്മി ചേച്ചി ആളായി മാറിയിരുന്നു. വലിയ വീട് വെച്ചിരിക്കുന്നു. വീടിന്റെ തോറ്റത്തിൽ പളവളാണെന്നൊരു പുതിയ കാറിനകത്തിരിക്കുന്നവിടെ പോകാനൊരുങ്ങി സുധാംശു. ലക്ഷ്മി ചേച്ചി നശിപ്പിച്ചവൻ. ലക്ഷ്മി ചേച്ചിയെ കണ്ടിട്ട് കുറെ കൂടെ ചെറുപ്പമായ ലക്ഷണം. എന്തോ ബിസിനസ് കാര്യമായിട്ട് നടക്കുന്ന ലക്ഷണമൊന്നും. അല്ലാതെ ഇത് നിനക്ക് പ്രമോഷൻ കിട്ടിയല്ലേ? ഞങ്ങൾ അറിഞ്ഞല്ലോ. ഇന്നെന്തൊക്കെ വിശേഷം? ഞങ്ങളുടെ കാര്യം ഒന്നും തിരക്കുന്നില്ലേ? അളിപ്പോഴും അല്ലേ? ഇത് വീട് വെച്ചെങ്കിലും